ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന നരമേധത്തിന് ഇപ്പോഴും അറുതിയായിട്ടില്ല. സ്ത്രീകളും പിഞ്ചുകുഞ്ഞുങ്ങളും ഉൾപ്പെടെ പതിനായിരങ്ങൾ കൊല ചെയ്യപ്പെട്ട, ഇപ്പോഴും കൊലകൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രേത നഗരമാണ് ഇന്ന് ഫലസ്തീൻ. അതേസമയം തീഗോളങ്ങൾക്കും ബോംബിനുമിടയിലൂടെ മരണത്തെ അതിജീവിക്കുന്ന വിമോചന സ്വപ്നങ്ങളുമായി ഇന്നും ഫലസ്തീൻ ജനത പോരാട്ടം തുടരുകയാണ്. ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്കും നരഹത്യയ്ക്കും പുറമെയാണ് കൊല്ലപ്പെട്ടവരിൽ നിന്നും ഒരുപക്ഷെ ജീവൻ തുടിക്കുന്ന ഫലസ്തീനികളുടെ ശരീരങ്ങളിൽ നിന്ന് പോലും അവയവങ്ങൾ പറിച്ചെടുത്ത് അവയവ വ്യാപാരം നടത്തുന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നത്. യൂറോ മെഡിറ്ററേനിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ എന്ന ഏജൻസി പുറത്തുവിട്ട വാർത്ത മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്നതാണ്. കൂട്ടക്കൊലയ്ക്ക് വിധേയമാകുന്ന ഫലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ സയനിസ്റ്റ് ഭീകരർ തട്ടിക്കൊണ്ടുപോവുകയും കുത്തിക്കീറി അവയവങ്ങൾ കവർന്നെടുക്കുകയും വലിയ അവയവ വ്യാപാരം നടത്തുകയും ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ജനീവ ആസ്ഥാനമായ യൂറോ മെഡിറ്ററേനിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്ററാണ് ഈ വസ്തുത പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് കൃത്യമായ നിലപാട് സ്വീകരിച്ച് അന്വേഷണം നടത്താനോ ലോക ജനതയ്ക്ക് മുൻപിൽ ഈ ഇസ്രായേൽ ഭീകരത തുറന്നു കാണിച്ച് നടപടി സ്വീകരിക്കാനോ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഇതുവരെയും തയ്യാറായിട്ടില്ല. മറിച്ച് മനുഷ്യാവകാശത്തിന്റെ കപട മുഖംമൂടി ധരിച്ച് പ്രസ്താവന പ്രൊപ്പഗണ്ടയിലൂടെ യാഥാർത്ഥ്യം മറച്ചു പിടിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിൽ. വടക്കൻ ഗസയിലെ അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഡസൻ കണക്കിന് മൃതദേഹങ്ങൾ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇസ്രായേൽ വിട്ടു നൽകിയ മൃതദേഹങ്ങളിൽ വൃക്ക, കരൾ, ഹൃദയം, കോക്ലിയ, കോർണിയ തുടങ്ങിയ പ്രധാനപ്പെട്ട അവയവങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് ഗസയിലെ മെഡിക്കൽ ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തിയതായി യൂറോ മെഡിറ്ററേനിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പറയുന്നുണ്ട്. വടക്കൻ ഗസയിലെ അൽഷിഫ ഇന്തോനേഷ്യൻ ആശുപത്രികളിൽ നിന്ന് ഡസൻ കണക്കിന് മൃതദേഹങ്ങൾ ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തതായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ചില NGOകളും പറയുന്നുണ്ട്. കരൾ, വൃക്കകൾ, ഹൃദയങ്ങൾ, കോക്ലിയകൾ, കോർണിയകൾ എന്നിവയ്ക്കൊപ്പം സുപ്രധാന അവയവങ്ങൾ നഷ്ടപ്പെട്ടതായി മെഡിക്കൽ പ്രൊഫഷണലുകൾ കണ്ടെത്തുകയുണ്ടായി. മരണത്തിന് മുൻപ് മൃതദേഹങ്ങൾ ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയാൽ അവയവമോഷണം ഫോറൻസിക് മെഡിക്കൽ പരിശോധനയിലൂടെ മാത്രം തെളിയിക്കാനോ നിരാകരിക്കാനോ കഴിയില്ലെന്ന് ഗസയിലെ ആശുപത്രികളിലെ ഡോക്ടർമാർ പറഞ്ഞതായി യൂറോമെഡ് ഉദ്ധരിക്കുന്നുണ്ട്. അമേരിക്കയുടെ CNN നെറ്റ്വർക്ക് 2008 നടത്തിയ അന്വേഷണമനുസരിച്ച് മനുഷ്യാവയവങ്ങളുടെ അനധികൃത ആഗോള വ്യാപാരത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായി ഇസ്രായേൽ കണക്കാക്കപ്പെടുന്നു. ഗസയിൽ ചിതറി വീഴുന്ന മൃതദേഹങ്ങളിൽ നിന്ന് ഇസ്രായേൽ അവയവങ്ങൾ മോഷ്ടിക്കുന്നതായി മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നത് ഇതാദ്യമല്ല. തെല്ലവീവിനടുത്തുള്ള അബു കെബീർ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ മേധാവി ഡോക്ടർ യഹൂദ ഹിസുമയുള്ള അഭിമുഖത്തിൽ ഇതിന്റെ ഭീകരത വ്യക്തമാക്കുന്നുണ്ട്. 1990കളിൽ കുടുംബാംഗങ്ങളോട് പറയാതെ ഇസ്രായേൽ മൃതദേഹങ്ങളിൽ നിന്ന് അവയവങ്ങൾ ശേഖരിക്കുന്നത് പതിവായിരുന്നുവെന്ന് ഒരു മുതിർന്ന ഇസ്രായേലി ശാസ്ത്രജ്ഞൻ തന്നെ സമ്മതിച്ചതായി റിപ്പോർട്ടുണ്ട്. ഇസ്രായേലിന്റെ ചാനൽ 2 സംപ്രേഷണം ചെയ്ത ഡോക്ടർ യഹൂദ ഹിസുമയുള്ള അഭിമുഖത്തിൽ നിന്നാണ് ഈ വെളിപ്പെടുത്തലുകൾ ഉണ്ടായത്. ഞങ്ങൾ കോർണിയകൾ വിളവെടുക്കാൻ തുടങ്ങി. എന്തായാലും അത് വളരെ അനൗപചാരികമായിരുന്നു. കുടുംബത്തോട് അനുവാദം ചോദിച്ചിട്ടില്ല എന്ന് ഡോക്ടർ ഹിസ് അഭിമുഖത്തിൽ പറയുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. പലപ്പോഴും കണ്ടെയ്നറുകളിലെത്തുന്ന മൃതദേഹങ്ങളിൽ ചിലത് കേടുകൂടാതെയിരിക്കും, മറ്റു പലതും കഷ്ണങ്ങളായും ചിലത് അഴുകിയ നിലയിലുമായിരിക്കും എന്നാണ് റഫ നഗരത്തിലെ മുഹമ്മദ് യൂസഫ് അൽ നജർ ആശുപത്രി ഡയറക്ടർ മർവാൻ അൽ ഹംസ് പറയുന്നത്. ഗസയിൽ മരിച്ചവരുടെ അവയവങ്ങൾ മോഷ്ടിക്കുന്നുവെന്നാരോപിച്ച് പല സംഘടനകളും ഇസ്രായേൽ സൈന്യത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സ്വതന്ത്ര അന്താരാഷ്ട്ര അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന തീവ്രമായ ആക്രമണം കണക്കിലെടുത്ത് കണ്ടെടുത്ത മൃതദേഹങ്ങളുടെ പൂർണ്ണ പരിശോധന സാധ്യമല്ല. ആരോഗ്യ സംവിധാനം തകർന്നതിനാൽ ഇനി മരിച്ചവരെ എണ്ണാൻ പോലും കഴിയില്ലെന്ന് ഗസയിലെ ഫലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നു. 1996നും 2002നും ഇടയിൽ മരിച്ച ഫലസ്തീനികളിൽ നിന്ന് അവയവങ്ങൾ എടുത്ത് ഇസ്രായേൽ സർവകലാശാലകളിൽ മെഡിക്കൽ ഗവേഷണത്തിനായി ഉപയോഗിക്കുകയും ഇസ്രായേലി രോഗികളുടെ ശരീരത്തിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തുവെന്ന് ഇസ്രായേലി ഡോക്ടർ മീര വൈസ് തന്റെ ഓവർ ദെയർ ഡെഡ് ബോഡീസ് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. 2009ൽ സ്വീഡിഷ് പത്രമായ അഫ്ഡോൺ ബ്ലാഡറ്റ് ഇസ്രായേലി സൈനികർ മരിച്ച ഫലസ്തീനികളുടെ അവയവങ്ങൾ ശേഖരിച്ചുവെന്നാരോപിച്ച് ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചത് വിവാദമായി. സ്വീഡിഷ് മാധ്യമപ്രവർത്തകൻ ഡൊണാൾഡ് ബോസ്ട്രോം എഴുതിയ ലേഖനത്തിൽ ഇസ്രായേലി സൈനികർ ഫലസ്തീനികളുടെ അവയവങ്ങൾ കുടുംബത്തിന്റെ സമ്മതമില്ലാതെ എടുത്തതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2015ൽ ഐക്യരാഷ്ട്രസഭയിലെ മുഖ്യ ഫലസ്തീൻ പ്രതിനിധി റിയാദ് മൻസൂർ മരിച്ച ഫലസ്തീനികളുടെ അവയവങ്ങൾ ഇസ്രായേൽ സൈന്യം തട്ടിയെടുക്കുന്നതിനെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിന്റെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. 2014ലെ വിവാദമായ ഇസ്രായേലി ടെലിവിഷൻ അന്വേഷണത്തിൽ പൊള്ളലേറ്റ സൈനികർ ഉൾപ്പെടെയുള്ള ഇസ്രായേലികളെ ചികിത്സിക്കാൻ മരിച്ച ഫലസ്തീനികളുടെ മൃതദേഹങ്ങളിൽ നിന്നും ആഫ്രിക്കൻ തൊഴിലാളികളുടെ ശരീരത്തിൽ നിന്നും തൊലിയെടുത്തതായി ഉന്നത ഉദ്യോഗസ്ഥരുടെ കുറ്റസമ്മതം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇസ്രായേലി സ്കിൻ ബാങ്കിന്റെ ഡയറക്ടർ പറഞ്ഞത് രാജ്യത്തെ മനുഷ്യ ചർമ്മത്തിന്റെ കരുതൽ 170 ചതുരശ്ര മീറ്ററിലെത്തിയതായും
ഇസ്രായേലിന്റെ ജനസംഖ്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതൊരു വലിയ ശേഖരമാണെന്നുമാണ്. ഇസ്രായേലി നാഷണൽ സ്കിൻ ബാങ്ക് 1986-ൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് മെഡിക്കൽ കോർപ്സും ആരോഗ്യ മന്ത്രാലയവും സംയുക്തമായി സ്ഥാപിച്ചതാണ്. ജെറുസലേമിലെ ഹഡാസ മെഡിക്കൽ സെന്ററിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ലബോറട്ടറി ഓഫ് എക്സ്പെരിമെന്റൽ സർജറിയാണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. കൊല്ലപ്പെടുന്നതോ തട്ടിക്കൊണ്ടുപോകപ്പെടുന്നതോ ആയ ഫലസ്തീൻ യുവാക്കളുടെ ത്വക്കും ആന്തരികാവയവങ്ങളും നിരന്തരം കൊള്ള ചെയ്യപ്പെടുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്ന മനുഷ്യാവകാശത്തിന്റെ ഉദാത്ത രൂപമായി ആഘോഷിക്കുന്ന UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ആരെയാണ് പ്രതിദാനം ചെയ്യുന്നതെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്.